ഹായ് ഫ്രണ്ട്സ്, ഈ വർഷത്തെ ഞങ്ങളുടെ പൊങ്കൽ ദിവസമാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് ഇടുന്നത്. ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ കൂടെ TTC പഠിച്ച, എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തെങ്കാശിന്ന് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം കൂടെ ചുറ്റിക്കറങ്ങി അതിൻ്റെയൊക്കെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. അതായത് അവൾ ഉച്ചയൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു അവരൊക്കെ കൂടെ വരുന്നുണ്ട്. തക്കല എത്തി, അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് തൊട്ടിപ്പാലത്തും കൂടെ കയറിയിട്ട് തൃപ്പരപ്പ് വരും, വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വരുമെന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് ഞങ്ങളുടെ വീട്ടിൽ വരാനുള്ള സമയമില്ലായിരുന്നു, പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയും വേണം. അങ്ങനെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു തൃപ്പരപ്പിലോട്ട് വാ, എല്ലാവരും കൂടെ നമുക്ക് അവിടെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു എങ്ങനെ വെറുങ്കയോടെ പോകുന്നത്, വൈകുന്നേരമല്ലേ അവർ വരുന്നത്, അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് നല്ലപോലെ മഷ്റൂം വിളവുണ്ടായിരുന്നു. ഏകദേശം 1 കിലോ മഷ്റൂം ഞാൻ പറിച്ചെടുത്ത് അത് ബജ്ജി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ബജ്ജിക്ക് മാവെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ട് ബജ്ജി മാവ് ഒന്ന് കുഴച്ചെടുത്ത് ഞാൻ നമ്മുടെ മഷ്റൂം ചിപ്പിക്കൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കഴുകി ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടാണ് കഴുകിയേക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മഷ്റൂമിൻ്റെ അകത്ത് ഉപ്പില്ലാത്തതുപോലെ ഇരിക്കും. അങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചുടുവല്ലേ. പിന്നെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. കാരണം അധികം ആരും ഇത് കഴിച്ചിട്ടുണ്ടാകത്തില്ല. വേറെ പല ബജ്ജികളും കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ മഷ്റൂം വെച്ചൊരു ബജ്ജി അധികം ആരും കഴിച്ചിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത്. ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മഷ്റൂം നമുക്ക് കൂടുതലുള്ള ദിവസമൊക്കെ ഞാനിത് എടുത്ത് ഇതുപോലെ ബജ്ജി ഉണ്ടാക്കി വെക്കും. എങ്ങനെ പ്ലേറ്റ് കാലിയാവുന്നതെന്ന് അറിയത്തില്ല, പെട്ടെന്ന് തന്നെ അത് കാലിയാവാറുണ്ട് ഇവിടെ. പിന്നെ കാണാൻ വലിയ സുന്ദരനൊന്നും അല്ലെങ്കിലും ഇവൻ്റെ ഗുണവും ഒരുപാട് കൂടുതലാണ്, അതുപോലെ തന്നെ ടേസ്റ്റ് നല്ലതാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മുടെ മഷ്റൂം ബജ്ജി ഇവിടെ റെഡിയായി. ഞാൻ വേഗം പോയി കുളിച്ച് റെഡിയായിട്ട് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് അവർക്ക് കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്യണം. അവർ ഒരു വാനിലാണ് ആൾക്കാർ വന്നേക്കുന്നത്. ഏകദേശം 10-25 പേരോളം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് കണക്കാക്കിയാണ് ഞാൻ മഷ്റൂം ബജ്ജി ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്കിത് മുഴുവനും ഒരു കവറിനകത്തോട്ട് ഒന്ന് പാക്ക് ചെയ്തെടുക്കാം. അവരൊക്കെ എൻ്റെ വീട്ടിൽ വരാത്തതിന് എനിക്ക് വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അവർക്ക് അത്യാവശ്യം ആയതുകൊണ്ടാണ് അവർ പോകുന്നതെന്ന് പറഞ്ഞു. അവർക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് നാളെ. അപ്പം ഇന്ന് വൈകുന്നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഒത്തിരി ടൈം കളയാനില്ല, അവർക്കെല്ലാം വീട്ടിൽ ചെല്ലണം. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 3-4 പാത്രത്തിൽ വട്ടയപ്പവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടെ കട്ട് ചെയ്ത് ഇത് ഞാൻ പാക്ക് ചെയ്തെടുക്കുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് പോയാലോ. ഞാൻ അവളെ കണ്ടിട്ടിപ്പോൾ കുറേ വർഷമായി. അവളുടെ ഇളയ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ കുഞ്ഞിനെ എല്ലാവരെയും കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ തൃപ്പരപ്പ് വന്നപ്പോൾ റോഡ് മുതൽ വണ്ടികളാണ്, ഭയങ്കര ബ്ലോക്ക്, ട്രാഫിക്കായിട്ട് ഭയങ്കര തിരക്കാണ്. കാരണം പൊങ്കലല്ലേ, എല്ലായിടത്തും അവധിയായത് കാരണം ഈ തമിഴ്നാട്ടിൽ നിന്ന് ഫുൾ ആൾക്കാരും ഇവിടെ തൃപ്പരപ്പിലുണ്ട്. തൃപ്പരപ്പ് മാത്രമല്ല, കന്യാകുമാരി ജില്ലയിൽ പല ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട്, അവിടെ എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ ഇവിടെ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ നിന്ന്, അവർ വരുന്നതിന് മുമ്പേ ഞാനിവിടെ വന്ന് ഒരു അരമണിക്കൂറോളം നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവളെ വന്ന് കണ്ടു, ഒത്തിരി സന്തോഷമായി. എന്നെ വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളെൻ്റെ ക്യാമറ അങ്ങ് ഹൈഡ് ചെയ്തേ. സത്യം പറയാമല്ലോ, ഞാൻ ജനിച്ച് വളർന്നതെല്ലാം നമ്മുടെ ഈ സ്ഥലത്ത് തന്നെയാണ്, അതായത് കുലശേഖര ഏരിയയിൽ തന്നെയാണ്. പക്ഷേ ഇന്ന് വരെ ഞാൻ ഇത്രയും ഒരു ജനത്തിരക്ക് നമ്മുടെ തൃപ്പരപ്പ് വാട്ടർഫാൾസിന് ഞാൻ കണ്ടിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് ഇത്രത്തോളം തിരക്ക് ഞാൻ കാണുന്നത്. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പം മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒത്തിരി വെള്ളമുള്ളപ്പം ടൂറിസ്റ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും തിരക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ നിന്ന് മടുത്തിട്ടുണ്ട് ഇടി കൊണ്ടിട്ട്. അതുപോലെ ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് ആർക്കും കുളിക്കാനും പറ്റത്തില്ല, ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, ഒന്നും പറ്റാത്തൊരവസ്ഥ. അത്രയ്ക്ക് തിരക്കാണ്. കുഞ്ഞുങ്ങളുടെ കരച്ചിലും ബഹളവും ടൂറിസ്റ്റിൻ്റെ ബഹളവും എല്ലാം കൂടെ ഒരു മേളം തന്നെയാണ് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ അരുവിയിൽ നല്ലപോലെ തിരക്കുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കുളിക്കാൻ വന്നാൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ അങ്ങ് ചെന്ന് കിടന്ന് കുളിയായിരിക്കും. പക്ഷേ ഇതിപ്പം 5 മിനിറ്റ് പോലും അവിടെ നിന്ന് കുളിക്കാനുള്ള ഒരു സൗകര്യം ഇല്ല, അത്രയ്ക്ക് തിരക്കാണ്. പിന്നെ എന്തായാലും വന്നവരൊക്കെ കുളിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് എല്ലാവരും വന്നത്. പിന്നെ അവരൊക്കെ തന്നെ പോയി കുളിച്ചു, മാറി മാറി കുഞ്ഞുങ്ങളെയൊക്കെ ചിലരിങ്ങനെ എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളവർ പോയി കുളിച്ചു. എന്നിട്ട് അങ്ങനെ അവരെല്ലാവരും കുളിച്ച് എത്തി. അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ സംസാരിച്ച് ഞാൻ കൊണ്ടുചെന്ന് സ്നാക്സൊക്കെ കഴിച്ച്. പിന്നെ അവളും എനിക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, പെട്ടെന്നുള്ളൊരു ട്രിപ്പായിരുന്നു. എന്നിട്ടും എനിക്ക് വേണ്ടി അവൾ ഇപ്രാവശ്യവും കരുതി. എല്ലാ വർഷവും എനിക്ക് പിറന്നാളിന് അവൾ ഗിഫ്റ്റ് വാങ്ങിച്ചൊക്കെ അയച്ചു തരാറുണ്ട്. ഇപ്രാവശ്യം എനിക്ക് അയച്ചു തരാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് അവൾ നേരിട്ട് എനിക്ക് കൊണ്ടുവന്ന കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമായി.
ഞാൻ ഈ വാട്ടർഫോൾസിന് വീഡിയോ എടുക്കുക എന്നും പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നു, പക്ഷേ കാണുന്നതെല്ലാം ജനങ്ങളെ മാത്രമാണ് കേട്ടോ. ഇതെവിടെ അമ്പലത്തിൽ ഉത്സവം പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്, അത്രയ്ക്ക് തിരക്കാണ്. എന്തായാലും കുറേശ്ശെ അവിടെ ഇവിടെ ആയിട്ട് നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഫോട്ടോസൊക്കെ അധികം എടുക്കാൻ പറ്റിയിട്ടില്ല, ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അത്രത്തോളം തിരക്കുണ്ടായിരുന്നേ. എന്നാലും ഒരു സിംഗിൾ ഗ്യാപ്പിൽ ഞാൻ 1-2 ഫോട്ടോസ് എടുത്തു. ഇതാണ് എൻ്റെ ഫ്രണ്ട് പൂമാരിയും ഫാമിലിയും, പിന്നെ പൂമാരിയുടെ അമ്മയാണ് ഈ കൂടെ നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് നല്ല ഓർമ്മകളുമായിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വന്നു. അവരും അവരുടെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ വന്നിട്ട് ഞാൻ പൂമാരി തന്ന ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ ഇതിനകത്ത് എന്തുവാന്ന് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? ഒരു വാച്ചാണ് കേട്ടോ എനിക്ക് അവൾ സർപ്രൈസായിട്ട് കൊണ്ടുവന്നത്. ഇത് മാത്രമല്ല, കുറേ പലഹാരങ്ങളും അതും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും എനിക്കെന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് തന്ന ഗിഫ്റ്റാണ് ഇത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ പൊങ്കലിൻ്റെ വിശേഷവും ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡേയും ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർക്കണേ. പിന്നെ ഫോളോ ചെയ്യാതെ ആരെങ്കിലും ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. യൂട്യൂബിൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ പിന്നെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.